എനിക്ക് നിഷ്കളങ്കമായി വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ അവതരിപ്പിച്ചത് അത് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഈഴവർക്ക്, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, എന്താണ്, നമ്പൂതിരി മുതൽ നായാടി വരെ, അങ്ങനെയുള്ള അല്ല, നായാടി മുതൽ നമ്പൂതിരി വരെ, അങ്ങനെ എന്തോ ഒരു നായാടി തൊട്ട് നമ്പൂതിരി വരെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കേണ്ട പ്രത്യേക സാഹചര്യം, അടിയന്തര സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ജനം അതിനാകെ ഒരു പഞ്ചായത്ത് മെമ്പറെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു MP ഇല്ല, ഒരു MLA ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് സാധ്യമാക്കിയ ഒന്നുണ്ട്, അത് വേറൊന്നുമല്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും, സനീഷ, ഇത് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും, കേരളത്തിൽ ഒരു സ്ഥലത്തും RSSും SNDPയും അങ്ങനെ ഒത്തുപോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നില്ല. പക്ഷേ ഈ പ്രസ്ഥാനങ്ങൾ രണ്ടും ആദ്യമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നവീനമായ കാലത്ത് ഉണ്ടായത് അത് ഈ BDJSന്റെ രൂപീകരണത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ സജീവമായ സമയത്ത് ഈ BDJSും SNDPയും അല്ലെങ്കിൽ BDJSന്റെ പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരും ഒരുമിച്ച് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വന്നു ചേരുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ വിദ്വേഷ പ്രചാരണത്തിൽ ഈ SNDPയുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ BDJSന്റെ പ്രവർത്തകരായ ആളുകൾ കൂടി ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് കൂടി ഈ വിദ്വേഷം കുത്തിവയ്ക്കപ്പെടുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്.